വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അവിടുന്ന് നാടിന് യഥാർത്ഥ സാമ്പത്തിക നേട്ടം കൊയ്യണമെങ്കിൽ വെറും ട്രാൻസ്ഷിപ്മെന്റ് പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം സാധ്യമല്ലെന്ന പ്രായോഗിക നിലപാടുമായി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ഡോക്ടർ ടിജു തോമസ്. വിഴിഞ്ഞത്തെ ഒരു ആഗോള ചരക്കുനീക്ക കേന്ദ്രമാക്കണമെങ്കിൽ അടിസ്ഥാനപരമായി എന്തൊക്കെ സൗകര്യങ്ങൾ വേണമെന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പദ്ധതിയുടെ വികസന ദിശ തന്നെ മാറ്റിവരച്ചിരിക്കുകയാണ്. മദർഷിപ്പുകൾ വന്ന ചരക്കുകൾ ഇറക്കി ചെറിയ കപ്പലുകളിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്ന ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്നതുകൊണ്ട് മാത്രം പ്രാദേശിക വ്യവസായങ്ങൾക്കോ നാടിനോ കാര്യമായ പ്രയോജനം ലഭിക്കില്ല എന്നതാണ് ഡോക്ടർ ടിജു തോമസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കേരളത്തിൽ നിർമ്മിക്കുന്നതും ശേഖരിക്കുന്നതുമായ ചരക്കുകൾ നേരിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ കഴിയണം. അതിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് വിപുലമായ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ സൗകര്യമാണ്. നാടിന്റെ നാനാഭാഗത്തു നിന്നും ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തേക്ക് സുഗമമായി എത്തുന്നതിനും അവ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും ഇത്തരം കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ സൗകര്യം അത്യന്താപേക്ഷിതമാണ്. ഇത് ഇല്ലാത്ത പക്ഷം വിഴിഞ്ഞത്തേക്കുള്ള പ്രാദേശിക ചരക്കുനീക്കം വലിയ വെല്ലുവിളി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി, ബംഗളൂരു, ചെന്നൈ, കോയമ്പത്തൂർ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ICD സൗകര്യങ്ങൾ വളരെ സജീവമാണ്. തിരുവനന്തപുരത്ത് അടിയന്തരമായി വിപുലമായ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ സ്ഥാപിച്ചില്ലെങ്കിൽ വിഴിഞ്ഞം വഴി വരേണ്ട ബിസിനസ്സുകളും ചരക്ക് നീക്കവും മുഴുവൻ തൂത്തുക്കുടി അടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളിലെ കേന്ദ്രങ്ങൾ കൊണ്ടുപോകുമെന്ന മുന്നറിയിപ്പും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നൽകി. സംസ്ഥാന ബജറ്റ് തയ്യാറാക്കുന്നതിന്റെ ആലോചനകളിലും തിരക്കുകളിലും സർക്കാർ മുഴുകിയിരിക്കുന്ന സമയത്താണ് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഡോക്ടർ ടിജു തോമസ് ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിലാണ് വിഴിഞ്ഞത്തിന്റെ സാങ്കേതികവും പ്രായോഗികവുമായ ഈ വലിയ വിടവും പ്രശ്നവും അദ്ദേഹം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസിന് കീഴിൽ ബാലരാമപുരത്ത് ഇതിനായി മുൻപ് ഭൂമി കണ്ടെത്തിയിരുന്നെങ്കിലും ആവശ്യത്തിന് ഫണ്ടിന്റെ ലഭ്യതക്കുറവ് മൂലം നിർദ്ദിഷ്ട പദ്ധതി മുന്നോട്ട് പോയിരുന്നില്ല. മുൻപ് പലതവണ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ചർച്ചയായതാണെങ്കിലും സാമ്പത്തിക തടസ്സങ്ങൾ കാരണം പദ്ധതി ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ മുന്നോട്ട് വെച്ച ഈ നിലപാടിന്റെയും നിർദ്ദേശത്തിന്റെയും ഗൗരവം സർക്കാർ ഉടനടി തിരിച്ചറിയുകയായിരുന്നു. വിഷയം ചർച്ചയായ ഉടൻ തന്നെ അധികൃതർ ബന്ധപ്പെട്ട KSIE ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും ഇതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ തേടുകയും ചെയ്തു. തുടർന്ന് ഒട്ടും സമയം കളയാതെ ബാലരാമപുരത്ത് കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുന്നതിന് സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്താൻ നിർദ്ദേശം നൽകി. ഇതോടെയാണ് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ബാലരാമപുരത്തെ CFS പദ്ധതിക്ക് ജീവൻ വെച്ചത്. സർക്കാരിന്റെ അതിവേഗ ഇടപെടലോടെ ബാലരാമപുരത്ത് കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കി അടുത്ത 1-2 മാസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ പ്രവർത്തനം സജ്ജമാക്കുകയാണ് ലക്ഷ്യം. ഈ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ നിലവിൽ വരുന്നതോടെ വിഴിഞ്ഞത്തു നിന്നും ഇനി തടസ്സമില്ലാതെ ചരക്കുകൾ ആഗോള വിപണിയിലേക്ക് നേരിട്ടയക്കാനുള്ള പുതിയ വഴി തുറക്കും. വിഴിഞ്ഞത്തേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നും ചരക്കുകൾ പ്രവഹിക്കാൻ ഇതോടെ സാഹചര്യമൊരുങ്ങും. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളായ കശുവണ്ടി, കയർ, കൈത്തറി, സുഗന്ധവ്യഞ്ജനങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയെല്ലാം ഇനി പകുതി ചെലവിലും പകുതി സമയത്തിലും വിഴിഞ്ഞം വഴി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ സാധിക്കും. ഇത് പ്രാദേശിക കർഷകർക്കും വ്യവസായികൾക്കും വലിയ സാമ്പത്തിക ലാഭമാണ് ഉണ്ടാക്കാൻ പോകുന്നത്.